പൗരാണിക അറേബ്യൻ ഗോത്രങ്ങളിൽപ്പെട്ട ഒരു രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഗോത്രങ്ങളിലെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. ബെറ്റ് വെക്കപ്പെട്ട വിഷയത്തിൽ പരാജയപ്പെടുന്ന വ്യക്തിയുടെ മകളെ വിജയിക്കുന്ന വ്യക്തിക്ക് കൈമാറണം എന്നതായിരുന്നു, നിശ്ചിത കാലം കൂടെ നിർത്താൻ കൈമാറണം എന്നതായിരുന്നു വ്യവസ്ഥ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാജയപ്പെട്ട വ്യക്തി തൻ്റെ മകളെ വിജയിച്ച വ്യക്തിക്ക് കൊടുത്തു. നിശ്ചിത കാലം കഴിയുമ്പോൾ അവളിങ്ങോട്ട് തിരിച്ചു വിടണം എന്നതാണ് നിബന്ധന. അങ്ങനെ ധാരണയായി. പക്ഷേ ഈ കുട്ടി ഈ ഗോത്രത്തിലെ തൻ്റെ ഉപ്പയുടെ ശത്രുവായ വ്യക്തിയെ വിവാഹം കഴിക്കുകയും അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ മുതൽക്ക് അറേബ്യയിലെ ഏറ്റവും അംഗസംഖ്യയുള്ള വളരെ പ്രഗത്ഭമായ ആ ഗോത്രം തീരുമാനമെടുത്തു, നമ്മുടെ കുടുംബത്തിൽ ഇനി ഒരു പെൺകുട്ടിയും ജനിക്കേണ്ടതില്ല. ജനിച്ച പെൺകുട്ടികളെ തിഹാമയുടെ പർവ്വതയോരങ്ങളിൽ കുഴിച്ചു മൂടുന്ന അറേബ്യൻ സമ്പ്രദായം ഇതുപോലത്തൊരു ദുരന്ത അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ തെറ്റായ കുടുംബ വൈര്യത്തിൽ നിന്ന് ജനിച്ചതായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അന്തിമ വേദത്തിൻ്റെ അവതരണം മക്കത്തുണ്ടാകുന്നതും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാനവരാശിക്കുള്ള മാർഗദർശനത്തിൻ്റെ വെളിച്ചം വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കൊന്നൊടുക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ശക്തമായ താക്കീതുകൾ നൽകിക്കൊണ്ടും അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും അതിൻ്റെ മാർഗരേഖ അവതരിപ്പിക്കുകയുണ്ടായി. ജീവിക്കാൻ അവകാശമില്ലാത്ത, ജനിക്കാൻ അവകാശമില്ലാത്ത പെൺസമൂഹത്തിന് ജീവിക്കാനും മുന്നോട്ടു പോകാനുമുള്ള അവകാശ പ്രഖ്യാപനവുമായി മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു മതത്തിൻ്റെ വേദം സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ്, നിങ്ങൾ വിഭവങ്ങളിലെ, ഭക്ഷണത്തിലെ ഒക്കെ, പട്ടിണിയുടെ ഒക്കെ കാര്യം ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വൈദൽ മൗഊദത്തു സുഇലത് ലിഅയ്യി ദംബിൻ ഖുതിലത്, നിങ്ങൾ കുഴിച്ചിട്ട ഓരോ കുഞ്ഞും എന്തിന് നിങ്ങൾ എന്നെ കൊന്നു ഉപ്പച്ചേ എന്ന് നിങ്ങളോട് നാളെ പരലോകത്തുനിന്ന് ചോദിക്കും എന്ന ശക്തമായ ശകാര സ്വരത്തിൽ തന്നെ, ഏറ്റവും ശക്തമായ ഭാഷയിൽ തന്നെ വിശുദ്ധ ഖുർആൻ സംസാരിച്ചു. അതേതുവരെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൻ കാന ലഹു ഇബ്നതാനി ഫഅഹ്സന ഇലൈഹിമ കുന്ന ലഹു സിത്റൻ മിനൻ നാർ. ആർക്കെങ്കിലും 2 പെൺകുട്ടികളുണ്ട്, ആ 2 പെൺകുട്ടികളെയും അയാൾ ശരിയാം വിധം വളർത്തുകയും പരിപാലിക്കുകയും ചെയ്താൽ കുന്ന ലഹു സിത്റൻ മിനൻ നാർ, ആ 2 പെൺകുട്ടികളും നരകാഗ്നിയിൽ നിന്ന് അവന് മറയൊരുക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് അവനെ തടയും എന്ന പാഠത്തിലേക്ക് വരെ ആ കാര്യങ്ങൾ എത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സ്ത്രീയുടെ കാര്യത്തിൽ സ്വീകരിച്ച വളരെ ഉയർന്ന കാഴ്ചപ്പാടുകൾ അത് ചരിത്രത്തിലുടനീളം ആർക്കും മായ്ക്കപ്പെടാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് ഒരു മനുഷ്യവർഗത്തിൻ്റെ ഭാഗമാണോ എന്നടക്കം മതങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില മതങ്ങളുടെ വേദങ്ങളും അവരുടെ വേദപണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്ത കാര്യമായിരുന്നു പെണ്ണ് മനുഷ്യവർഗത്തിൻ്റെ ഭാഗമാണോ അല്ലേ എന്നത്. ഭാഗമാണെന്ന് ആ കാലഘട്ടത്തിന്റെ തെറ്റായ കാഴ്ചപ്പാടുകളെ തിരുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവനാണ് ഒരൊറ്റ ശരീരത്തിൽ നിന്ന്, ഒരൊറ്റ നഫ്സിൽ നിന്ന് നിങ്ങളെ 2 കൂട്ടരെയും പടച്ചത്. വജഅല മിൻഹാ സൗജഹ, നിങ്ങൾക്ക് ഇണയാക്കി തന്നത്, ലിയസ്കുന ഇലൈഹ, ആണിന് പെണ്ണിനും പെണ്ണിന് ആണിലും
സമാധാനമടയാൻ വേണ്ടി ഒരേ ഇനത്തിൽ നിന്നും ഒരേ വർഗത്തിൽ നിന്നും നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പെണ്ണെന്നത് മനുഷ്യവർഗത്തിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാത്ത വേദസമൂഹങ്ങൾ ഉണ്ടായിരുന്നു. മാത്രല്ല, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആദരവിലും ആദരിക്കപ്പെടുന്നിടത്ത് തുല്യതയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ആണിന് ഒരു പ്രത്യേക പദവി, പെണ്ണിന് ഒരു പ്രത്യേക പദവി, അല്ലെ? വിശുദ്ധ ഖുർആൻ അതിന് കൃത്യമായി ക്ലാരിറ്റി വരുത്തി. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ മുഴുവൻ നമ്മൾ ആദരിച്ചിരിക്കുന്നു. വഫദ്ദൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല, നമ്മൾ സൃഷ്ടിച്ച മറ്റെന്തിനേക്കാളും ആദമിന്റെ സൃഷ്ടികളെ നാം ഉയർന്ന അവസ്ഥയിലാക്കിയിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും അധികാരവും അവകാശമൊക്കെ അവന് കിട്ടും വിധമുള്ള ഒരു അധീശത്വവും അവന് നമ്മൾ അംഗീകരിച്ച് നൽകിയിരിക്കുന്നു എന്ന ഖുർആനിന്റെ പ്രഖ്യാപനമൊക്കെ വരുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഖുർആനിന്റെ വചനങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. ഇനി അവിടെയും കാര്യങ്ങൾ തീരുന്നില്ല. ഒരു ആണ് കൊല ചെയ്യപ്പെട്ടാൽ കൊല ചെയ്ത ആണിനു പകരം അതേ ഗോത്രത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ കൊന്ന് പരിഹാരക്രിയകൾ നടത്തിയിരുന്ന സമ്പ്രദായം അറേബ്യൻ സമൂഹത്തിലും അതിൻ്റെ മുൻപുള്ള സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പെണ്ണ് അത്ര തന്നെ വിലമതിക്കപ്പെടാത്തവളായി. എന്നാൽ കൊലയുടെ കാര്യത്തിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലാത്ത ഖുർആൻ പറഞ്ഞു, ഇന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമിഅ, ഒരു വ്യക്തി അന്യായമായി കൊല്ലപ്പെട്ടാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമിഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഒരു പെണ്ണ് കൊല ചെയ്യപ്പെട്ടാലും ആ കൊല ചെയ്ത വ്യക്തി ഭൂമിയിലെ 700 കോടി മനുഷ്യരെ കൊന്നതിന് തുല്യമാണെന്ന ഭാഷ വളരെ ശക്തമായി വിശുദ്ധ ഖുർആൻ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ അനന്തരാവകാശം സ്ത്രീക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സാമൂഹിക പരിസരത്താണ്, അല്ലെ? പല മതങ്ങൾക്കും അനന്തരാവകാശം അവരുടെ സ്ത്രീകൾക്ക് കിട്ടിയത് എങ്ങനെയാണ്? ആധുനിക കാലത്ത് അതാത് രാഷ്ട്രങ്ങളിൽ ഭരണഘടനാപരമായ പുനഃക്രമീകരണങ്ങൾ കൊണ്ടുവന്ന് അവരുടെ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയിട്ടാണ്, ആ രാജ്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയിട്ടാണ് പല മതങ്ങൾക്കും അനന്തരാവകാശം കിട്ടിയത്. എന്നാലോ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ, ഖുർആൻ മാത്രാണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായ ഒരു വേദഗ്രന്ഥം സ്ത്രീകൾക്കും വാപ്പയും ഉമ്മയും മരിച്ചാൽ, പെണ്ണിന് ബന്ധപ്പെട്ടവർ മരിച്ചാൽ സ്ത്രീക്കും ഒരവകാശമുണ്ട്, പെണ്ണും അവകാശപ്പെട്ടവളാണ്, അവളുടെ അവകാശത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്ന ശക്തമായ സമീപനം സംസാരിച്ചത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാണ്. മാത്രല്ല, പെണ്ണിന് വീട്ടിന്റെ ഉള്ളിൽ പുറത്തൊക്കെ ഭയങ്കര സംഭവം, അല്ലെ? ജീവിക്കാനുള്ള അവകാശം, ജനിക്കാനുള്ള അവകാശം, സമ്പത്തിൽ തുല്യാവകാശം എന്നൊക്കെ പറയുമ്പോഴും നിത്യജീവിതത്തിന്റെ നിർണായകമായ നിമിഷങ്ങളിൽ ഇസ്ലാം ഇടപെടുകയാണ്. പെണ്ണിനെ ഒരു ഭാര്യ എന്ന നിലക്ക് ഫആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. എന്നിട്ട് മാന്യതയുടെ അതിർവരമ്പ് ഇസ്ലാം നിശ്ചയിച്ചത്, അത് അളക്കാനുള്ള ടൂൾ ഉപയോഗിച്ചത്, ഞാൻ മാന്യനാണോ എന്ന് അളക്കാനുള്ള ടൂൾ എനിക്ക് നിശ്ചയിച്ചു തന്നു. ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളോട്, നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവനാണ് മാന്യൻ. നല്ല വെളുത്ത കുപ്പായത്തിന്റെ ഉള്ളിൽ ഇരുണ്ട ഹൃദയവും കറുത്ത സ്വഭാവവും കൊണ്ട് നടക്കുന്ന ഓരോരുത്തർക്കും ഇസ്ലാം വളരെ കൃത്യമായി മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു. വേറെ ഏത് വേദഗ്രന്ഥം, വേറെ ഏത് ദാർശനികൻ, അല്ലെ? 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരെന്ന് ആക്ഷേപിക്കപ്പെടുന്ന സമൂഹം ആത്മാർത്ഥമായി ഉച്ചൈസ്തരം ഉറക്കെ വളരെ കരുത്തോടെ പറയും, ഇതുപോലത്തെ ഒരു മാർഗദർശനം ആ കാലഘട്ടത്തിൽ നിന്ന് ലോകത്തിന് വെളിച്ചമായി ഒരിക്കലും ലഭിച്ചിട്ടില്ല, ഒരു വേദഗ്രന്ഥവും പറഞ്ഞിട്ടില്ല, അല്ലെ? മറ്റു വേദഗ്രന്ഥങ്ങൾ ആദരിക്കുന്നതോടൊപ്പം ബഹുമാനിക്കുന്നതോടൊപ്പം ആക്ഷേപിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ അംഗമെന്ന നിലക്ക്, ആ വിഷയം സംസാരിക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലക്ക് വളരെ കൃത്യമായി നമുക്ക് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റും. മാത്രല്ല, വിശുദ്ധ ഖുർആൻ വീട് സമാധാനാന്തരീക്ഷമുള്ള വീടാകാൻ എന്തൊക്കെ മാർഗദർശനാണ്. പെണ്ണിനെ സംബന്ധിച്ച കൃത്യമായ കാഴ്ചപ്പാടുകൾ പറഞ്ഞു തന്നതിന്റെ ശേഷം എന്തൊക്കെ മാർഗദർശനങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ഉഖറ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ തല്ലരുത്, നിങ്ങൾ അവളോട് പിണങ്ങി കഴിയരുത്, അല്ലേ? നിന്റെ പെണ്ണിനോട് നീ പിണങ്ങി കഴിയരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. പിണങ്ങാൻ നിനക്ക് കുറെ കാരണം ഉണ്ടാകും. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളിൽ നീ മോശമായ വല്ല പെരുമാറ്റോ സ്വഭാവമോ ഒക്കെ കണ്ടാൽ, റളിയ മിൻഹാ ഉഖറ, അവളിൽ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്,
അവളിൽ എന്തൊക്കെ നല്ല ഗുണങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. നീ താലോലിക്കുന്ന നിന്റെ പൊന്നോമനകളെ, നീ രോഗിയാകുമ്പോൾ നിന്നെ പരിചരിക്കാൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന നിന്റെ മക്കളെ, നിന്റെ വീടിന്റെ അന്നം ഇപ്പോൾ നീ രോഗിയായി വീട്ടിലിരിക്കുമ്പോൾ നടത്തുന്ന നിന്റെ മകനെ, നിന്റെ വെളിപ്പാടകലെ കാത്തു നിൽക്കുന്ന കുട്ടികളെ ഒക്കെ പെറ്റ് പോറ്റി വളർത്തിയത് അവരാണ് അല്ലെ. അങ്ങനെ ആശ്വസിക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ നിനക്കുണ്ട്, അതിലേക്ക് ചുരുക്കി അവളുടെ കുറവുകൾ അവൾക്ക് പുറത്തു കൊടുക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അവിടെയും തീരുന്നില്ല. പെണ്ണിന് സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വം ഇസ്ലാം കൊടുത്തിട്ടില്ല. പെണ്ണിന് സാമ്പത്തികമായ വീട് നടത്തലിന്റെ ഒരു ഉത്തരവാദിത്വം ഇസ്ലാം കൊടുത്തിട്ടില്ല. പരസ്പര ധാരണയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ബഹുമാനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശമ്പളം കിട്ടുന്ന പെണ്ണിന് സ്വന്തം വീടിന്റെ കാര്യങ്ങൾ നോക്കാൻ ബാധ്യതയുണ്ടാകുന്നു മാത്രം. ഞാൻ എൻ്റെ ശമ്പളം വീട്ടിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കൂല എന്നൊരു പെണ്ണ് തീരുമാനിച്ചാൽ അവൾ കുറ്റക്കാരിയൊന്നുമല്ല അല്ല. ഇതൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. അങ്ങനെ പ്രശ്നം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വരും. അപ്പം നമുക്ക് നോക്കാം. ഇസ്ലാമിന്റെ ഹുക്കുമ് വേറെ തന്നെയാണ്, മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ ഹുക്കുമാണ് ഞാൻ പറയണത്. അനന്തരാവകാശത്തിൽ ഇത് പെണ്ണുങ്ങൾക്കുള്ളൊരു സംഭവം കൂടിയാണ്. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മളെ പ്രധാനമന്ത്രിക്ക് ഭയങ്കര സ്നേഹമാണല്ലോ ഇന്ത്യയിലെ പെണ്ണുങ്ങളോട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂപ്പർ ഓരോരോ സാധനം കൊണ്ടുവരും. മുത്തലാഖ് കൊണ്ടുവരും അല്ലെ. എൻ്റെ മൂന്നും തീർത്തു എന്ന് പറഞ്ഞിട്ടാണ് 3 തുപ്പിയ അതോടെ തീരും. ഇതൊക്കെ ആരുണ്ടാക്കണ? ഇതൊക്കെ ഇസ്ലാമിലുള്ളതാ? ഒരാള് എൻ്റെ 3 തീർന്നു എന്ന് പറഞ്ഞാൽ തുപ്പിയാല് 3 തീരില്ല. അത് മീസാഖ് എന്ന ഖലീലാണ്. അത് അങ്ങനെ തീരുമൊന്നുമില്ല. അതൊക്കെ തീരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ തൊലാഖ് ചെയ്തു എന്നൊരു പെണ്ണിനോട് പറഞ്ഞ തൊലാഖാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒരാൾ ഒറ്റയടിക്ക് വൈകാരിക വിക്ഷേപത്തോടു കൂടെ 3 ചെല്ലുക, തുപ്പ അല്ലെ, എന്നിട്ട് മുത്തലാഖ് നിരോധന നിയമമൊക്കെ കൊണ്ടുവന്നു. ഇന്ത്യയിൽ മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നപ്പോ എന്താണ്, അതിൽ മുസ്ലിം സമൂഹത്തിൽ 2 വീക്ഷണങ്ങളുണ്ട് എന്ന് അറിയണോണ്ട് തന്നെ ആ 2 വീക്ഷണങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടിക്കൊള്ളുന്നാണ് ആര് വിചാരിച്ചത്? ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഭരണകക്ഷി വിചാരിച്ചത്. പക്ഷേ ഇന്ത്യയിൽ മുഴുവനുള്ള മുസ്ലിം നേതൃത്വങ്ങൾ നമുക്കൊക്കെ അതിൽ മുത്തലാഖ് എന്നത് ആ അർത്ഥത്തിൽ അതിനോട് വിയോജിക്കുന്നവരാണ്. നമ്മൾ തൊലാഖ് വേറെ തന്നെ പറയേണ്ടതാണ്. അത് കൃത്യമായ ബോധ്യത്തോടെ നിർവഹിക്കേണ്ടതാണ്. അതല്ലാതെ ഒരൊറ്റ തുപ്പിന് 3 തുപ്പിയും കാണാൻ പറഞ്ഞേക്കാൻ പറ്റണമെന്നല്ല അല്ലെ. ആ വിയോജിപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ വിയോജിപ്പുകളെ നമ്മൾ പബ്ലിക്കിൽ കൊണ്ടുവന്നില്ല. അത് നിരോധിക്കപ്പെട്ട് പോകുന്ന ആ നിയമം അതിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കണം നമ്മൾ ചെയ്തത്. ഇവിടെ നിങ്ങൾ നോക്കിപ്പം അനന്തരാവകാശത്തിന്റെ വിഷയം വരുമ്പോൾ ഞങ്ങൾക്ക് പകുതിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 6-1 ഉള്ളൂ, ആങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലെ, പെൺകുട്ടികൾക്ക് അളവ് കുറവാണ് കിട്ടുക. ഇങ്ങനെയൊക്കെ ചില വക്കീലന്മാരും മുസ്ലിം വേഷധാരികളായ ചില വക്കീലന്മാരും മുസ്ലിം നവോത്ഥാനം പറയുന്ന ചില വ്യക്തികളൊക്കെ രംഗത്ത് വരുമ്പോൾ നമ്മളെ സ്ത്രീകൾക്കും ഉണ്ടാകും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ. അനന്തരാവകാശം ലോകത്ത് പെണ്ണിനൊരിക്കലും ഒരു മതവും നിർദ്ദേശിക്കാത്ത നിഷ്കർഷിക്കാത്ത കാലത്ത് അനന്തരാവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അവകാശം വെച്ചു കൊടുത്തു. ഇനി കിട്ടുന്ന സ്വത്ത് അത് നിത്യജീവിതത്തിലെ ചിലവുകളിലേക്ക് പെണ്ണ് ചിലവാക്കണോ? വേണ്ട. ഞാൻ മുമ്പും ഈ മിമ്പറിൽ പറഞ്ഞൊരു ഉദാഹരണം പറയാം. എന്താ, 800 തെങ്ങുള്ളൊരു തോട്ടത്തിൽ നിന്ന് ഭാര്യന്റെ വകയിൽ കിട്ടിയ 800 തെങ്ങുള്ള തോട്ടത്തിൽ നിന്ന് 800 അവിടുന്ന് കിട്ടിയ തേങ്ങ വിറ്റ പൈസ ഒരു റബ്ബർ ബാൻഡിൽ ഇട്ടിട്ട് കൊണ്ടുവന്ന് കൊടുക്കണം. എടി തന്റെ പൈസ തന്നാ വാങ്ങാം, അത്രേ പറ്റുള്ളൂ. ചില ആൾക്കാർ അതൊക്കെ ഒരു അവകാശമായിട്ടാണ് കാണല്. ഭാര്യന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സ്വത്തിന്റെ പേരിൽ തെറ്റിയിട്ട് അവസാന കാലത്ത് ഭാര്യ വീട്ടിക്ക് പോകാത്ത എത്ര ചങ്ങാതിമാരുണ്ട് നമ്മളെ നാട്ടില്? ഭാര്യക്ക് സ്വസ്ഥത കൊടുക്കാത്ത എത്ര ആളുകളുണ്ട്? എന്നാലും എനിക്ക് അവിടെ അല്ല തന്ന്, എന്നാലും എനിക്ക് ഇവിടെ അല്ല തന്ന്. മൂപ്പര അവകാശന്മാരുണ്ട്. അത് വേറെ പറയാം കേട്ടോ. പെണ്ണിന് അനന്തരാവകാശം കൊടുക്കുമ്പോൾ ഭൂമി അവിടെ വേറെ പറയാം. പക്ഷെ നമുക്ക് മിണ്ടാ റൈറ്റ് ഇല്ല. നമ്മളതേ അല്ലത്. എന്നോട് പറഞ്ഞില്ല, എന്നാലും ഇങ്ങോട്ടൊന്ന് ചോദിക്കേണ്ടതല്ല. എന്തിനു ചോദിക്കണം നിങ്ങളോട്? അത് അവരുടെ കുടുംബ സ്വത്താണ്, അവരുടെ സാധനമാണ്. അത് അവരായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതിലെ നമ്മൾ പോയിട്ട് പ്രതിസന്ധി ഉണ്ടാക്കലല്ല, യാതൊരു സംശയമില്ല. അപ്പോ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വീടിന്റെ ഉള്ളിൽ ശാന്തമാകാനുള്ള എന്തെല്ലാം മാർഗദർശനങ്ങളാണ് ഇസ്ലാം കൊടുത്തത്. വിവാഹം കഴിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, വിവാഹം സുരക്ഷിതമായി നിൽക്കാൻ ആവശ്യമായ 100 തത്വങ്ങൾ ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, വിജ്ഞാന അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്താ, പഠിക്കണ കാര്യത്തിൽ പെണ്ണിന് പഠിക്കാം. പെണ്ണിന് പഠിക്കണതിൽ യാതൊരു തകരാറും ഒരു കുഴപ്പവും ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. തൊലബുൽ ഇൽമി ഫരീദത്തുൽ അലാ കുല്ലി മുസ്ലിം. ഇൽമ പഠിക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്ന് പഠിപ്പിച്ചതിൽ ആദ്യത്തെ കാര്യം മതപരമായ അറിവുകൾ തന്നെയാണ്. ആ മതപരമായ അറിവ് ആഴത്തിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ടാക്കണം. വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ,
സ്ഥിരം നാട്ടിൽ കുളിപ്പിക്കണേ, സ്ഥിരം നാട്ടിൽ കഫൻ ചെയ്യണേ ആളുകൾ വരിക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നമ്മളിങ്ങനെ അവിടെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക, അല്ലേ? ഇതാണ് ഇപ്പൊ പൊതുവെ നാട്ടിൽ നടക്കാറുള്ളത്. മയ്യത്ത് എങ്ങനെ കുളിപ്പിക്കണം, ഇതൊന്നും വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ ഇപ്പം എടുക്കണ പണിന്റെ അത്ര പണിയൊന്നുമില്ല. ഇതൊക്കെ കൃത്യമായി വീഡിയോ ചിത്രീകരിച്ച് പഠിപ്പിച്ചു വെച്ചത് യൂട്യൂബിലുണ്ട്. ഇപ്പൊ പുതിയൊരു ഇപ്പൊ നമ്മുടെ ജമീലിൽ പുതിയൊരു ഇതിറങ്ങിയിട്ടുണ്ട്. എന്താണ്, ഇപ്പോ മയ്യത്ത് സംസ്കരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് സംശയം വന്നാൽ എന്താ ചെയ്യുക, അങ്ങനെ വിഷയം ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്താ കാട്ടുക? അപ്പൊ അങ്ങനത്തെ ആളെ വരെ മുന്നിൽ കണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പുതിയൊരു ഫീച്ചർ ജമീലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വായിച്ചു പോയി ആ സംശയമുള്ളത് മാത്രം ഞെക്കിയിട്ട് അതിന് കണ്ടിട്ട് ആണ് മയ്യത്ത് കുളിപ്പിക്കുക. അങ്ങനെ ആകണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമ്മുടെ വീട്ടിൽ മരിച്ചൊരു വ്യക്തിയുടെ മയ്യത്ത് നമ്മൾ കുളിപ്പിക്കണം. അതിനുള്ള ഇൽമ നമ്മൾ നേടണം. അതേപോലെ ഭൗതികമായ വിജ്ഞാനങ്ങളും നേടാം, അല്ലേ? പക്ഷേ പലപ്പോഴും പെൺകുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല കാഴ്ചപ്പാട് നമ്മുടെ രക്ഷിതാക്കൾക്ക് പുതിയ കാലത്ത് ഉണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. കുട്ടി എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു, ആ കോഴ്സിലൂടെ അവൾ എന്ത് ജോലിക്കെത്തുന്നു, ആ ജോലി അവളെയും അവളുടെ കുടുംബ ജീവിതത്തെയും പിന്നെ ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കണം. കുട്ടികൾ അവരുടെ ഒരു പ്രായത്തിൽ അന്തല്ലാതെ ഓരോന്ന് പറയും. ഇപ്പൊ എനിക്കറിയാം, ഞാൻ മെമ്പറിൽ മുമ്പ് പറയണോ എനിക്കറിയില്ല, കുട്ടിക്ക് എയർ ഹോസ്റ്റസ് ആകണം എന്ന് പറഞ്ഞിട്ടൊരു പാരന്റ് ഒരു കുട്ടിയുടെ നമ്മുടെ അടുത്ത് വന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞോളെന്ന് ശരിയാക്കണോളെ എന്ന് ഭയങ്കര വാശിയിലാണ്. അപ്പൊ ഞാൻ ആ കുട്ടനോട് പറഞ്ഞു, എയർ ഹോസ്റ്റസ് ആകണില്ല, നല്ല ജോലിയാണ്, ഒരുപാട് രാജ്യങ്ങൾ കാണാം, ഫ്ലൈറ്റിൽ പോകാം, നല്ല സംഭവമാണ്. അപ്പൊ ഈ വാപ്പ ഇങ്ങനെ കണ്ണുക്ക് നോക്കുകയാണ്. ഇപ്പൊ കൊണ്ടുവന്നത് എന്തിനാണ്? ഇവളെ എയർ ഹോസ്റ്റസ് ആകണം എന്നുള്ളത് മോചിപ്പിക്കാനാണ് കൊണ്ടുവന്നത്. വന്നിട്ട് ഇപ്പൊ ഞാൻ പറയണത് എന്താണ്? എയർ ഹോസ്റ്റസ് ജോലിയുടെ എല്ലാ ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയണത്. അപ്പൊ ഇവരിങ്ങനെ കണ്ണുക്ക് നോക്കുകയാണ്. ഇപ്പൊ ആങ്ങിക്ക് കാണിക്കണ്ട എൻ്റെ അടുത്ത്. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ആ കുട്ടനോട് പറഞ്ഞു, ഇത് ഈ VIP ഛർദ്ദിക്കണത് വാരലും അവിടുത്തെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യലൊക്കെ ജോലിന്റെ ഭാഗം. മുഴുക എന്ന് പറഞ്ഞു കുട്ടി. പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് എയർ ഹോസ്റ്റസ് ആകേണ്ടി വെച്ചു, വേണ്ടായിരുന്നു. അപ്പൊ എന്തേ നീ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? അവളുടെ ഫ്രണ്ട് ഉണ്ട്, അവളുടെ പ്രൊഫൈൽ പിക്ചർ അതേ +2 മുമ്പ് പഠിച്ചൊരു കുട്ടി അവളുടെ പ്രൊഫൈൽ പിക്ചറിൽ കണ്ടതാണ് ഇപ്പോൾ അവളുടെ ആഗ്രഹത്തിന്റെ മാനദണ്ഡം, അല്ലെ? ഇപ്പൊ UK US പറക്കണ തിരക്കിലാണ് നമ്മളെ കുട്ടികൾ. UK US ഉസ്ബെക്കിസ്ഥാനിലേക്കും ഒക്കെ. ഉസ്ബെക്കിസ്ഥാൻ MBBS കാലാണ് ഇപ്പോ, അല്ലേ? ഉസ്ബെക്കിസ്ഥാൻ MBBS കുറിച്ച് ഞാൻ പറഞ്ഞത് ആരെങ്കിലും മുറിച്ച് ക്ലിപ്പിട്ടാല് ഇവിടുത്തെ മാഫിയ അടുത്ത ദിവസം ഞാൻ വിടൂല. നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ ഓൺലൈനിൽ. ഓൺലൈനിൽ കുത്തുമ്പോ പോലാന്ന് ഞാൻ മനസ്സിലാക്കണം, വീഡിയോ ഇല്ലാത്തതുകൊണ്ട്. മനസ്സിലായില്ലേ? എന്താണ്, ഉസ്ബെക്കിസ്ഥാനിൽ പോയി ഒരാളെ, ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് പറയണം, ഉസ്ബെക്കിസ്ഥാനിൽ പോയി ഒരാൾ MBBS പഠിച്ചാൽ ആ നാട്ടിലാണ് ജോലി ചെയ്യേണ്ടത്, അല്ലേ? ആ നാട്ടിൽ ജോലി ചെയ്യണമെങ്കിൽ ആ നാട്ടിലെ ഭാഷ അറിയണം. അവിടെ ജോലി ചെയ്യാൻ പറ്റൂല. ആ നാട്ടിലെ നിയമമാണ്, അവിടുത്തെ ഭാഷ അറിയാതെ അവിടെ ജോലി ചെയ്യാൻ പറ്റൂല. ഇനി നാട്ടിൽ വന്നാൽ നാട്ടിൽ 2 വർഷം അഡീഷണൽ കോഴ്സ് ചെയ്ത് അതിന്റെ പിന്നെ ഈക്വലന്റ് ആകണമെങ്കിൽ അതിന് വേണ്ട കോഴ്സ് ചെയ്യണം. അവിടെയും തീർന്നില്ല. ആ ടെസ്റ്റിൽ 100 ആളെ എഴുതി 20 ആളെ ജയിക്കണേ. ഇവിടെ നീറ്റ് എഴുതിയിട്ട് ഇവിടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ പിന്നെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലൊന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയത്. അങ്ങനത്തെ ഒരു കുട്ടി പിന്നെ എങ്ങനെ ഇവിടെ വിജയിക്കുക? 2028 എത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂട്ട ആത്മഹത്യകളുടെ സാധ്യതയുണ്ട്. നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി പ്രതിപക്ഷ നിരകളെയും ഭരണപക്ഷ നിരകളെയൊക്കെ പോയി കണ്ടു പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായി ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങളോട് പറഞ്ഞോന്ന് മാത്രം. അത് വരാൻ പോവാണ്. എറണതാ 30 ലക്ഷം 40 ലക്ഷമൊക്കെ പിന്നെ പലിശക്ക് എടുത്തിട്ടാണ്, എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് മക്കളെ വിദ്യാഭ്യാസ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറഞ്ഞേക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ സാമ്പത്തികാവസ്ഥയിൽ നിന്നിട്ടുള്ള എഡ്യൂക്കേഷൻ സ്വപ്നങ്ങളാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. കുടുംബത്തെ മുഴുവൻ ബാധ്യതയിലാക്കിയിട്ട് പറക്കാൻ നിൽക്കണ പക്ഷിനെ പിടിക്കാൻ നിൽക്കരുത്. ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ചിന്തകൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെ നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് സ്ത്രീകൾ വൈജ്ഞാനിക രംഗത്ത് മുന്നേറിയ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഹിശാം ബിൻ ഉർവ പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അഅലമു ബിൽ ഫിഖ്ഹി വലാ ബിത്ത്ബി വലാ ബിശ്ശിഅരി മിൻ ആയിഷ. ആയിഷ ബീവിയെക്കാളും കവിത, കർമ്മശാസ്ത്രം, അതേപോലെ തന്നെ വൈദ്യശാസ്ത്രം ഇതറിയുന്ന ഒരാളെ ഞാൻ അന്ന് അറേബ്യയിൽ കണ്ടിട്ടില്ല. ആ കാലഘട്ടത്തിന്റെ വൈദ്യശാസ്ത്രം ആഴത്തിൽ അവർക്ക് അറിഞ്ഞിരുന്നു. അതേ സമയത്ത് അവർക്ക് ഫിഖ് അറിഞ്ഞിരുന്നു. നമ്മളെ കുട്ടിയൊക്കെ ബാക്കിയൊക്കെ അറിയും, നിസ്കരിക്കാൻ അറിയില്ല, നിസ്കാരത്തിലെ ദിക്ർ അറിയില്ല, ഭയങ്കര ഡോക്ടറാണ്. അവസാനം ഈ ഡോക്ടറെ കൊണ്ട് കുടുങ്ങും, ബാപ്പിമ്മയും കുടുങ്ങും.
അപ്പൊ കുട്ടിക്ക് അതിനൊക്കെ സംവിധാനം ഉണ്ട്. നിങ്ങളാ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. കൃത്യമായ സംവിധാനം ഉണ്ട്. പണ്ടത്തെ പോലെ ഒന്നല്ല. ഒരു കുട്ടി MBBS പഠിക്കുമ്പോൾ ആ MBBS പഠിക്കുന്ന വർഷത്തിന്റെ ഒപ്പം അവരുടെ മൊഡ്യൂളും അവരുടെ പരീക്ഷയും ഒക്കെ നോക്കി അതിനനുസരിച്ച് കോഴ്സ് സെറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടായ്മ കുട്ടികളുടെ കൂടെ ഉണ്ട്, ക്യാമ്പസുകളിൽ മുഴുവൻ ഉണ്ട്. ഇപ്പൊ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ കോൺഫറൻസ് വരാൻ പോവാണ് തിരുവനന്തപുരത്ത് സെപ്റ്റംബർ മാസത്തിൽ. എന്താ 3 ദിവസത്തെ ക്യാമ്പാണ്. പക്ഷെ ആ 3 ദിവസത്തെ ക്യാമ്പിന് കുട്ടി എത്തണമെങ്കിൽ കുറച്ച് കാര്യം നമ്മൾ ചെയ്യേണ്ടേ, നമ്മൾ ചെയ്യൂല. അത് നമ്മൾ ചെയ്യൂല. അപ്പൊ നമ്മളവിടെ 100 മർമ്മം നോക്കും. എന്നിട്ട് അവസാനം കൊണ്ടുപോയി ചാടിന്റെ ശേഷം നിലവിളിക്കും. അല്ലേ? ഒരുപാട് കാർഡിയാക് ഡോക്ടർമാരും കാർഡിയാക് സർജറികളോട് വലിയ പ്രശ്നമല്ല. ഞാനിത് പറയുമ്പോൾ കുറച്ച് പരിക്കനാവും. കാരണം കുട്ടികളുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് നമ്മുടെയൊക്കെ അടുത്ത് വരുന്ന ഒരുപാട് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. ആ 3 ദിവസത്തെ ക്യാമ്പ് എന്താ? 100% ആത്മീയ അന്തരീക്ഷത്തിൽ അവര് കാര്യങ്ങൾ കേൾക്കുകയാണ്, പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അത് അവർക്കുള്ള എനർജിയാണ്, ഒരു വർഷത്തേക്കുള്ള ഊർജ്ജമാണ് അവിടെ കൊടുക്കുന്നത്. വഴികളാണ് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യയായിരുന്നു അംറ ബിൻത്ത് അബ്ദുറഹ്മാൻ. വറ്റാത്ത അറിവിന്റെ സാഗരം എന്നാണ് പിന്നെ ഖാസിം ബിൻ അബ്ദുറഹ്മാൻ അവരെ കുറിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞത്. ഉമ്മു ദർദ ജാമിയ ദിമഷ്കിൽ പുരുഷന്മാർക്ക് ക്ലാസ് എടുത്തിരുന്നു എന്നാണ്, അല്ലെ? പുരുഷന്മാർക്ക് ക്ലാസ് എടുത്തിരുന്നു. രാജാവ് അവരുടെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടച്ച് ഒതുക്കി എവിടെയോ കൊണ്ടുപോയി ഇട്ടതാണെന്നൊക്കെയുള്ള വ്യാജ പ്രചാരണങ്ങളെ നമ്മൾ കാണണം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി, അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇവരുടെയൊക്കെ പിന്നെ ഉസ്താദത്തുകൾ, അവരെ പഠിപ്പിച്ച സ്ത്രീകളുണ്ടായിരുന്നു. അവരെ ഹദീസും ഫിഖ്ഹും ഒക്കെ പഠിപ്പിച്ച സ്ത്രീകളുണ്ടായിരുന്നു. അൽ ഇസ്വാബ ഫി തമീസ് സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ധാരാളം സ്ത്രീകളെ കുറിച്ച്, വിജ്ഞാനം സമൂഹത്തിന് പകർന്നു കൊടുത്ത സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ, താരീഖുൽ ബഗ്ദാദ്, അല്ലെ, ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. പക്ഷേ അവര് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ട് വേഷവിധാനങ്ങൾ ചെയ്ത് ശരീരം പ്രദർശിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി എവിടെയും കാണൂല. ഒരു സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന പരിരക്ഷയുടെ ഒരു തലമുണ്ട്. ആ പരിരക്ഷയുടെ തലത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അത് പിന്തിരിപ്പനാണെന്നും പെണ്ണിനെ കൂട്ടിലടക്കുകയാണെന്നും പറയുകയും അത് വ്യാപകമായി സമൂഹത്തിലേക്ക് പിന്നെ കൊടുക്കുകയും ചെയ്തവരുടെ അണിയറ രഹസ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനത ഇപ്പോ, അല്ലെ? ഏറ്റവും മുതിർന്ന ഈ വർഷം സിനിമയിൽ ഏറ്റവും നല്ല അഭിനയത്തിന് സമ്മാനം കിട്ടിയ സ്ത്രീ സിനിമ കോൺക്ലേവ് നിർദ്ദേശങ്ങളിൽ കൊടുത്തിരുന്ന നിർദ്ദേശം എന്താ അറിയോ? ഒരു സ്ത്രീയും സിനിമയുടെ ഒരു തലത്തിലും ഒരു പുരുഷൻ ഒറ്റക്കുള്ളൊരു സ്ഥലത്ത് വരാത്ത വിധം നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ഡയറക്ടർ ഒരു സ്ത്രീയുമായി ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ ഒരു സ്ത്രീയുടെ കൂടെ ഒറ്റക്കിരുന്നാൽ അയാൾക്കെതിരെ IPC പ്രകാരം പുതിയ വകുപ്പിടണം. അതതിന്റെ അർത്ഥം. ഇസ്ലാം ഇത് പണ്ടേ പറഞ്ഞു. ഒരു ഹൽവത്ത് ഒരിക്കൽ ഉണ്ടാകരുത്. ഒരു ആണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ സാലിദുഹുമ ശൈത്താൻ, മൂന്നാമത്തെ ശൈത്താനാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഈ ഹദീസ് ഉദ്ധരിക്കണവരെ പറ്റി ഇവർക്കൊക്കെ കഴപ്പാണ് എന്നാ പറഞ്ഞത്. സോഷ്യൽ മീഡിയന്റെ ഭാഷ തന്നെ, ഇവർക്കൊക്കെ കഴപ്പാണ്, അല്ലെ? ഇവർക്കൊക്കെ കഴപ്പാണെന്നാ പറഞ്ഞത്. ഇത് കാണുമ്പോൾ തന്നെയാണ് പൊട്ടി വീണതാണോ ലൈംഗികത എന്ന് ചോദിച്ചത്. ഇപ്പോഴോ പുറത്തു വിടാനുള്ള കുറച്ച് പേപ്പറല്ലേ അവിടെ പുറത്തേക്ക് വരട്ടെ. ആരെ വിചാരിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് വരാതെ സംരക്ഷിക്കണത്? രാഷ്ട്രീയത്തിന്റെ അപ്പുറത്ത് നമ്മൾ കാര്യങ്ങളെ കാണണം. അതെന്താ പുറത്തേക്ക് വരാത്തത്? നോക്ക് നിങ്ങള്, എന്താ പറയാ, ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നിയമനിർമ്മാണത്തിന്റെയും ഒക്കെ വലിയ കാലം, പണ്ടങ്ങ് 6-ാം നൂറ്റാണ്ടിലെ വണ്ടിനെ കുറിച്ച് ആവർത്തിച്ചു പറയുന്നവർ ജീവിക്കുന്ന കാലം, ചിലരൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലം. ആ കാലത്ത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് അവർക്ക് അവരുടെ പീഡനത്തിൽ അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവരെന്തൊക്കെ ആകണം? എന്നാ ഇസ്ലാമിക നിയമങ്ങളോ? ഇസ്ലാമിക നിയമത്തിൽ ഒരു പെണ്ണിനെ തൊടാനുള്ള നിബന്ധന എന്താ? ഒരു പെണ്ണിനെ തൊടാൻ ഇസ്ലാം പറയാണ്, ഒരു വന്യ പെണ്ണിനെ തൊട്ടാൽ ആ തൊടലിനെ കുറിച്ച് ഇസ്ലാമിന്റെ പ്രയോഗം എന്താ അറിയോ? അതിലേറെ അവന് നല്ലത് അവന്റെ തലയിൽ സൂചി അടിച്ചിറക്കലാന്നാണ്. അപ്പൊ ഒരു പെണ്ണിനെ തൊടണമെങ്കിൽ ഇസ്ലാമിൽ മീസാഖ് ഖലീദ് വേണം. എന്താ മീസാഖ് ഖലീദ്? ശക്തമായ കരാറ്. ആ കരാർ എന്താ? സമൂഹത്തിന്റെ മുന്നിൽ ആലിനു നിക്കാഹ് നിങ്ങൾ പരസ്യമാക്കി പറയണം. ഇന്നാളുടെ മകളെ ഇന്നാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഉത്തരവാദിത്തപൂർവ്വം ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പ അല്ലാതെ തൊടാൻ പറ്റൂല. അല്ലാതെ തൊടാൻ പറ്റില്ലെന്ന് ഇസ്ലാം കണിശായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമികമായ തത്വങ്ങളും നിയമങ്ങളും വേഷവിധാനം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഹേമ കമ്മിറ്റിയിലെ ഒരു കമ്മിറ്റി അംഗം പറഞ്ഞു. വേഷവിധാനങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞതാണ്,
പുരുഷനോട് പറഞ്ഞതാണ് പെണ്ണവളുടെ മാറിടത്തിലേക്ക് അവളുടെ വസ്ത്രത്തെ താഴ്ത്തിയിടട്ടെ. ഇസ്ലാം പറഞ്ഞതാണ്. ഇതേ കാര്യം എന്താ ഒരുപാട് സ്ത്രീകളെയും അവരുടെ കണ്ണീരിന്റെ കഥകളും കേട്ടതിന്റെ ശേഷം ഹേമ കമ്മിറ്റിയിൽ മുൻപ് അഭിനേത്രിയായിരുന്ന ഒരു സ്ത്രീ അവരുടെ സജഷനായിട്ട് എഴുതി വെക്കാണ്, വേഷം ഒരു പ്രശ്നമാണ്, എന്തേ നമ്മളെ മീഡിയ എടുക്കാത്തത്? എന്തേ നമ്മുടെ മീഡിയ എടുക്കാത്തത്? ഇനി മാത്രമല്ല, ഇത് ലൈംഗികത മാത്രമൊന്നുമല്ലല്ലോ, ലഹരി ഉണ്ട്. ലഹരിയുടെ കാര്യം എന്താ നമ്മളെ മീഡിയ എടുക്കാത്തത്? ലഹരി എടുത്താല് ഈ പറയണോനെ യോഗ്യത വേണ്ടേ? ചർച്ച ചെയ്യണോന് ആദ്യം യോഗ്യത വേണ്ടേ? അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുറാനിൽ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീനാമനൂ, ഓ സത്യവിശ്വാസികളെ, ഇതാ നിങ്ങളെ അള്ളാഹുവും റസൂലും നിങ്ങളെ വിളിച്ചാൽ ലിമാ യുഹീക്കും, നിങ്ങൾക്ക് ജീവൻ പകരുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ അത് അനുസരിക്കുക എന്ന് ഖുറാൻ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു തത്വങ്ങൾ പറഞ്ഞെടുത്ത് ഒരു മടി നമുക്ക് ആവശ്യമല്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരു പെണ്ണിന്റെ യാത്രയെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞു, അവൾ ഒരു രാത്രിയും ഒരു പകലും നീളുന്ന യാത്രയാണെങ്കിൽ അവൾക്ക് മഹ്റമ് വേണം. നമ്മളിപ്പോ ഉംറന്റെ ഒക്കെ സാഹചര്യത്തിൽ മഹ്റമില്ലാത്ത യാത്രകൾ സർക്കാർ അനുവദിച്ചതുകൊണ്ട് മഹ്റമില്ലാത്ത യാത്രക്ക് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ മഹ്റമില്ലാതെ ഒരാൾ പോയി ഉംറ ചെയ്താൽ ഉംറ സ്വീകരിക്കപ്പെടാതിരിക്കൊന്നുമില്ല, പക്ഷെ ആ യാത്ര കുറ്റകരമാണ്. ഞാൻ പറയുമ്പോൾ യാത്ര പോയ ആളുകൾക്ക് വിഷമൊന്നും ഉണ്ടാകേണ്ടതില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറയാ പഠിച്ചവനോട്. ചില ആളുകൾക്ക് ഒരുപാട് സാഹചര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അത് മഹ്റമിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഏറ്റവും മിനിമം അതെങ്കിലും ഉണ്ടാകണം. ഒരു നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വന്നൊക്കെ ആയിരിക്കണം അവസാനം അത് സംഭവിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അവർക്ക് ഹജ്ജ് ബാധ്യതയല്ല. അങ്ങനത്തെ ഒരാൾക്ക് മഹ്റം ഇല്ലാത്തൊരു പെണ്ണിന് ഹജ്ജ് ബാധ്യതയെ വരുന്നില്ല. അവരെത്ര കോടീശ്വരയാണെങ്കിലും അവർക്ക് ബാധ്യതയെ വരുന്നില്ല. ഇസ്ലാം അത് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം പറയുന്ന ഈ തത്വങ്ങളെയും ഈ നിയമങ്ങളെയും ഒക്കെ അതേ അർത്ഥത്തിൽ എടുക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്ത് കുറച്ചും കൂടി ശ്രദ്ധ വേണം. ഏട്ടിൽ ഇതുണ്ട്, നാട്ടിൽ പലതും ഇല്ല. നമ്മുടെ കുടുംബ സംവിധാനങ്ങളിൽ ഇതിൽ പലതും ഇല്ല. നോക്കൂ നിങ്ങൾ, മൻകാന ലഹു സലാസു ബനാത്തിൻ, ഒരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, ഔ സലാസു അഖവാത്തിൻ, അല്ലെങ്കിൽ 3 പെങ്ങന്മാരുണ്ടെങ്കിൽ